പേഴ്സണൽ ലോണിന്റെ പേരിൽ തട്ടിപ്പ് ഒന്നല്ല നിരവധി പേര് ഇത്തരത്തില് വിക്ടിമായിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. യുഎഇയിലെ പ്രമുഖ ഒരു ബാങ്കിൽ നിന്ന് ഒരു ജീവനക്കാരനാണ് ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ പാസ് ചെയ്തത്. യുഎഇയിലെ പ്രമുഖ ബാങ്കുകളുടെ പേരും പറഞ്ഞിട്ടാണ് ഒരു സംഘം ആളുകൾ ഈ ഒരു തട്ടിപ്പിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ പേഴ്സണൽ ലോണിന് എലിജിബിലിറ്റി ഇല്ലാത്തവരെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇവർ വിളിക്കുന്നത് അവരുടെ പേഴ്സണൽ മൊബൈൽ നമ്പറിൽ നിന്നാണ്. ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ ഇമെയിൽ ഐഡിയിൽ നിന്നാണ്. സത്യത്തിൽ ഈ രണ്ട് സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ അതിൽ എന്തോ ദുരൂഹതയുണ്ട് അല്ലെങ്കിൽ ഒരു തട്ടിപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇത് മാത്രമല്ല, 10,000 ദിറംസിന്റെ ലോൺ തരാം എന്ന് പറഞ്ഞ് സമീപിക്കുന്നവര് 4,000 ദിറംസ് വരെ പലരുടെ ഭാഗത്തു നിന്നും അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് വാങ്ങുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അവർ ചോദിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ലോൺ അപ്രൂവൽ ഫീസ് ആയിട്ട് ഒരു എമൗണ്ട് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ 10,000 ദിറംസ് നിങ്ങൾക്കിപ്പോ ലോൺ ആയിട്ട് നൽകി കഴിഞ്ഞാൽ ഇനീഷ്യൽ ഫ്യൂ ഇൻസ്റ്റാൾമെന്റ്സ് ഉണ്ടല്ലോ, അതിന്റെ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ വാങ്ങി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ 4,000 ദിറംസും 5,000 ദിറംസും അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്നത്. ഈ തട്ടിപ്പിൽ പോലും നമ്മൾ പലരും വീണു പോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ ബാങ്കർ എന്നെ അറിയിച്ചത്, ഈ തട്ടിപ്പ് നടത്തുന്നവരിൽ പലരും മലയാളികളാണ് എന്നുള്ള കാര്യമാണ്. അവരുടെ പേഴ്സണൽ മൊബൈലിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രീ അപ്രൂവൽ ഫീസ് എന്ന് പറയുന്ന ഒരു സംഭവം സാധാരണ രീതിയിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യേണ്ടതില്ല. ലോൺ അപ്രൂവ് ആവുമ്പോൾ അപ്രൂവ്ഡ് എമൗണ്ടിൽ നിന്നാണ് ഇവിടുത്തെ ബാങ്കുകൾ ആ ഒരു പ്രീ അപ്രൂവൽ ഫീസ് ഈടാക്കുന്നത്. അതോടൊപ്പം തന്നെ ബാങ്ക് അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് മന്ത് അങ്ങനെയുള്ള മന്തിൽ കറക്റ്റ് ആ ഒരു സമയത്ത് ഡ്യൂ ഡേറ്റിലാണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അതിന്റെ EMI അടയ്ക്കുന്നത്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പക്ഷെ അത്യാവശ്യം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ മൊമെന്റിലൂടെ പോകുന്നത് കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ, ഇത്തരത്തിലുള്ള ഫേക്ക് ഓഫേഴ്സിൽ പലരും വീണു പോകുന്നത്. എന്തായാലും നിരവധി പേരുടെ പൈസ നഷ്ടമായി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പല ബാങ്കുകളുടെ പേരിലുമാണ് ഇവർ അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ജാഗ്രത പാലിക്കുക.